DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 19 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ഡ്രൈ ഡേ ഇന്ന് സ്കൂളുകളിൽ ആചരിക്കും. ശനിയാഴ്ച സർക്കാർ സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായും കളക്ടർമാരുമായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ബുധനാഴ്ച നടത്തിയ യോഗത്തിലാണ് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനമായത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പവൻ ഒറ്റയടിക്ക് 2680 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,06,960 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 335 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 13,370 രൂപയാണ്. അടുത്തറിയിപ്പ്, സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കടം പണമായി വാങ്ങുമ്പോൾ നിശ്ചിത പരിധി ലംഘിച്ചാൽ ഇനി കനത്ത പിഴ നൽകേണ്ടി വരും. 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായി കടം വാങ്ങാനോ തിരിച്ചടക്കാനോ പാടില്ലെന്നാണ് ആദായനികുതി നിയമം. ഈ നിയന്ത്രണം സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള ഇടപാടുകൾക്കും ബാധകമാണ്. നിയമലംഘനം നടന്നാൽ കടം വാങ്ങിയ തുകയ്ക്ക് തുല്യമായ തുക പിഴയായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാൾ 1 ലക്ഷം രൂപ പണമായി കടം വാങ്ങിയാൽ പിഴയായി 1 ലക്ഷം രൂപ തന്നെ നൽകേണ്ടി വരും. ഇത്തരം നടപടികളിൽ നിന്നൊഴിവാകാൻ നിശ്ചിത പരിധിക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ മാർഗങ്ങൾ വഴി മാത്രമേ നടത്താവൂ എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തറിയിപ്പ്, മൺസൂൺ കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ചെറുമീനുകളെ പിടിക്കുന്നതിനെതിരെ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി ജില്ലകളിലുടനീളം വകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ നിയമപ്രകാരമാണ് മത്സ്യങ്ങളുടെ മുട്ടയിടൽ കാലത്തെ ചെറുമീൻ പിടുത്തം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതോടെ മത്സ്യങ്ങൾ മുട്ടയിടാനായി ഒഴുക്കിനെതിരെ നീന്തുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ വെള്ളമൊഴുകുന്ന വഴിയിൽ തടസ്സം വരുത്തിയും അനധികൃത ഉപകരണങ്ങൾ ഉപയോഗിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്നത് ജലാശയങ്ങളിലെ മത്സ്യവംശനാശത്തിന് കാരണമാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമം ലംഘിച്ച് മീനുകളെ പിടിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് കാത്തിരിക്കുന്നത്. 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുന്നതാണ്. അടക്കംകൊല്ലി വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, 20 മില്ലിമീറ്ററിൽ കുറഞ്ഞ കണ്ണിവലിപ്പമുള്ള വലകളുടെ ഉപയോഗം, ജലാശയങ്ങളിൽ വൈദ്യുതി കടത്തിയിട്ടുള്ള മത്സ്യബന്ധനം, തോട്ട പൊട്ടിക്കൽ, തണ്ണീർത്തടങ്ങളിൽ വിഷം കലക്കൽ എന്നിവ നിരോധിച്ച പ്രധാന മത്സ്യബന്ധന രീതികളാണ്. ഇത്തരത്തിൽ ഈ രീതികൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നവർക്ക് പിഴയും തടവും ലഭിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, PM കിസാൻ പദ്ധതിയുടെ അടുത്ത ഗഡുവായ 2,000 രൂപയുടെ വിതരണം നാളെ ഉച്ചകഴിഞ്ഞ് 3:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഇത്തവണ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ കർഷക ID എടുക്കാത്തവർക്കും താൽക്കാലിക ഇളവുകളോടെ ധനസഹായം മുടങ്ങാതെ ലഭിക്കും. പലരുടെയും അപേക്ഷകൾ അപ്രൂവൽ ലഭിക്കാതെ പെൻഡിംഗ് ആയതിനാലാണ് ഈ ഇളവ്. എങ്കിലും അടുത്ത തവണ സഹായം ലഭിക്കാൻ എത്രയും വേഗം കർഷക ID എടുക്കേണ്ടതുണ്ട്. കൂടാതെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമാണോ എന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.